അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാലത്തേക്ക് പോവേന്ന് കേട്ടോ. കുട്ടിക്കാലത്ത് നമ്മളെ തറവാടുകളിലെല്ലാം ഇങ്ങനെ തെയ്യം കെട്ടിയാടുമ്പോൾ ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു കോമഡി തെയ്യാന്ന് കേട്ടോ നമ്മളെ ഗുളികൻ എന്ന് പറയുന്നത്. നമ്മളതിനെ കുളിയെന്ന് പറയും, ഗുളികൻ എന്നാണ് ശരിക്കും പേര്. അപ്പോൾ ഗുളികൻ എന്ന് പറഞ്ഞാൽ ആളൊരു നല്ലൊരു രസികൻ തെയ്യാന്ന് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടി. ആ തെയ്യം കാണാനാണ് അപ്പോൾ നമ്മൾ പോകുന്നത്. ഞാനും അമ്മയും നാത്തൂനും കുഞ്ഞുങ്ങളും വന്നു കേട്ടോ പോകുന്നത്. നമ്മളേക്കാട് മുത്തപ്പൻ തെയ്യം ഉണ്ടായി. ഇനി മുത്തപ്പനും ഉണ്ട് ഗുളികനും ഉണ്ട്. ഇനി മുത്തപ്പൻ കഴിഞ്ഞിട്ടല്ല, മുത്തപ്പൻ കെട്ടി കുറച്ച് ഇതാകുമ്പോഴാണ് ഗുളികൻ പുറപ്പെടല്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഗുളികൻ്റെ സ്ഥാനം. ഒരു പാലച്ചുവട്ടിലാണ് ഗുളികനുള്ളത്. ചില സ്ഥലത്തെല്ലാം നല്ല ഗുളികന് വേറെ തന്നെ നല്ല മാടം പോലെ ഇല്ലെല്ലാം ഉണ്ടാവും, അറയിലുണ്ടാവും. പക്ഷേ ഇതൊരു മരച്ചുവട്ടിലാണ് ഗുളികനുണ്ട്. ഇനി ഗുളികൻ്റെ കഥ പറയാന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരെല്ലാവരും ഗുളികനെ കളിയാക്കി എന്തെല്ലോ കൂക്കലും വിളിക്കലും ചെയ്യും കേട്ടോ. അപ്പോൾ ഗുളികൻ നമ്മളെ വയ്യേ ഓടിയിട്ട് ഫുള്ള് കളിയാന്ന് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഗുളികൻ തെയ്യം നല്ലൊരു രസികൻ തെയ്യാന്ന്. അപ്പോൾ പണ്ട് എനിക്കിപ്പോൾ അത് ഓർമ്മ വരുന്നു. പണ്ട് കൈപ്പുറത്തറേക്കാൽ തെയ്യം ഉണ്ടാകുമ്പം എല്ലാവരും കൂക്കുമ്പോൾ ഞാനും കൂക്കി. ഞാൻ അന്നേരം ചെറുതായിരുന്നു. അപ്പോൾ ഗുളികനെ കൂക്കി ഇതാക്കുമ്പോൾ ഗുളികൻ നമ്മൾ പിറകി ഓടി. അങ്ങനെ ഗുളികൻ പിറകി ഓടി ഞാൻ നല്ല ഉരുണ്ട് വരണ്ട് മണ്ണിലങ്ങ് കുഞ്ഞിട്ടാ. മറ്റേ മണ്ണിൽ പെരണ്ട് കാലെല്ലാം പൊട്ടി ചോര ഒലിച്ചിട്ടുണ്ടായി. എനിക്കിപ്പോൾ അതാ ഓർമ്മ വരുന്നു. ഞാൻ കുഞ്ഞതായിരിക്കുമ്പോൾ. അപ്പം ആളൊരു ഭയങ്കര രസിക്കാനാണ്. ആളിങ്ങനെ ആൾക്കൂട്ടത്തിലെല്ലാം വന്ന് എന്തെല്ലോ കോമഡിയും കളിയെല്ലാം ഉണ്ട്. അപ്പോൾ പിള്ളേരോടാണ് അധികം ഉണ്ടായത്. ആടിയിരിക്കുന്ന വിരുദ്ധന്മാരൊക്കെ ഉണ്ടോ, അവരെല്ലാം കൂക്കും വിളിക്കും ചെയ്യുന്നുണ്ട് ഗുളികനെ കാണുമ്പോൾ. അപ്പോൾ കുളിയനെ പ്രൊവോക്ക് ചെയ്യുന്നിട്ട് അവർ. അപ്പോൾ ഇങ്ങനെ ആർത്ത് വിളിക്കുമ്പോൾ കുളിയൻ അവരെ പിറകെ അങ്ങ് ഓടിക്കോളും. അപ്പോൾ ഈ കുളിയൻ ആ പറമ്പ് ഫുള്ളും പിള്ളേരെ പിറകെ ഓടിയിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഗുളികനെല്ലാം കണ്ടിരിക്കുമ്പം ഇരുണ്ട് കുറേ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അത് കണ്ടാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോവും. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതിന് ശേഷം നമ്മൾ പോയിട്ട് മുത്തപ്പന് തോതിയിട്ടുണ്ടായിട്ടാ. മുത്തപ്പൻ അപ്പോഴേക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായി. അങ്ങനെ മുത്തപ്പന് തോതിയതിന് ശേഷം ആദ്യം കുളിയനെ കാണാൻ വന്നിട്ട്. ആ കുളിയനെ അപ്പോൾ ചൂലെല്ലാം എടുത്തിട്ട് കളിക്കലായി. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി പിള്ളേരെ നടുവിലേക്കെല്ലാം പോയി കുറേ കളി കളിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരോടും കുളിയെ കൂക്കാനും പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുളിയൻ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും കണ്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കുളിയൻ എന്തായിട്ട് കാണണം കേട്ടോ. നമ്മുടെ ശിവൻ്റെ അവതാരമാണ് കുളിയൻ. എല്ലാം നമ്മളെന്തെങ്കിലും വികൃതരം പറയുമ്പോൾ എല്ലാവരും ചോദിക്കലില്ലേ, നിൻ്റെ നാവിലെന്താ കുളിയൻ കയറിയെന്നു. അങ്ങനെ എന്താ പറയുന്നത് വെച്ചാൽ കുളി അങ്ങനെയാണ്. അങ്ങനത്തെ വികൃതരല്ലേ പറയൂലേ. പക്ഷെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ പണ്ടത്തെ രസകരമായ കുട്ടിക്കാലം ഓർമ്മ വന്നു. അതിനൊരു വലിയ നന്ദി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ചു. ഭക്ഷണത്തിന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ചോറും കറിയെല്ലാം ഉണ്ടായിട്ടാ. അപ്പോൾ കുളിയൻ നമ്മളെ നേർച്ച് കഴിക്കുന്നവരെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ.